CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട്ടെ CPM-ലെ പൊട്ടിത്തെറിയിൽ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിലിരുന്ന് നേതാക്കളെ വിമർശിക്കാമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതി അല്ലെന്നും EN സുരേഷ് ബാബു വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് പരാജയം ഏതെങ്കിലും വ്യക്തിയുടെ മാത്രം വീഴ്ചയെന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്ന് CPM നേതാവ് M സ്വരാജ്. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുതെന്നും യാഥാർത്ഥ്യബോധമില്ലാത്ത വിലയിരുത്തലുകൾ കമ്മ്യൂണിസ്റ്റുകാരെ ബാധിക്കുകയില്ലെന്നും M സ്വരാജ് പറഞ്ഞു. വീട്ടുജോലിക്ക് പോയ ഭാര്യയെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലനല്ലൂർ പാലക്കാടിയിൽ 2025 നവംബർ 24-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആണ്ടിപ്പാടം നിസ്കാരപ്പള്ളിക്ക് സമീപമുള്ള ഷാഹുൽ ഹമീദിന്റെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യം കവർന്നു. മകളുടെ പരീക്ഷയ്ക്കായി വീട്ടുകാർ എറണാകുളത്ത് പോയ സമയം നോക്കിയായിരുന്നു മോഷണം. പാലക്കാട്ടെ CPM-ലെ പൊട്ടിത്തെറിയിൽ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിലിരുന്ന് നേതാക്കളെ വിമർശിക്കാമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതി അല്ലെന്നും EN സുരേഷ് ബാബു വിമർശിച്ചു. നമ്മളിപ്പോ ഇതൊരു പാർട്ടി, ഞങ്ങളുടെ ഒരു പാർട്ടി സംഘടനാ രീതിയല്ല. ഒരു കത്ത് കൊണ്ട് തരിക, എന്നിട്ട് നേരെ വന്നിട്ട് നിങ്ങളെ കാണുക, എന്നിട്ട് ഒരേപോലെ കാര്യം പറയുക, അതൊരു സംഘടനാ രീതി. ഞങ്ങൾക്ക് ഒരു പാർട്ടി അംഗത്തിന് പറയാനുള്ള ഏത് കാര്യം, ആരെ വിമർശിക്കാനുള്ള ഒരു അവകാശമുള്ള അവർക്ക് ഉള്ളൊരു ഘടകമുണ്ട്. പാർട്ടി മെമ്പർമാരുടെ ഘടകം എന്ന് പറയുന്നത് ബ്രാഞ്ചാണ്. അതിൻ്റെ മുകളിലാണ് പിന്നീടുള്ള എല്ലാ ഘടകങ്ങളും. ആ ഘടകങ്ങൾ വിശദമായി പറയാ, ഏത് കാര്യം പറയാ. ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ തിരുത്തേണ്ടതാണെങ്കിൽ അവർക്ക് നന്നായി അങ്ങനെയൊക്കെ പറഞ്ഞും തിരുത്തിയിട്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിയത്. ഞാനൊരു സുപ്രഭാതത്തിൽ ജില്ലാ സെക്രട്ടറി കശേരിയിൽ വന്നിരുന്നതാണോ? പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടും LC സെക്രട്ടറി ആയിട്ടും ഏരിയ സെക്രട്ടറി ആയിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ പ്രവർത്തിച്ച് ഈ കാലയളവിൽ എന്തെല്ലാം കേട്ടിട്ടുണ്ടാവും, എന്തെല്ലാം പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പോരായ്മ വന്നിട്ടുണ്ടാവും. എനിക്ക് ആ പോരായ്മകളൊക്കെ ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങളെ സ്നേഹത്തോടുകൂടി വിമർശിക്കുമ്പോൾ ഏറ്റവും നല്ലത് സഖാക്കൾ വിമർശിക്കുന്നവരാണ് നമ്മളോട് സ്നേഹം കാണിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. സഖാക്കള് നമ്മളെ നന്നായി വിമർശിച്ചാൽ അവൻ ഈ പാർട്ടിയോടും നല്ല കൂറുണ്ട്, പാർട്ടിയെ നയിക്കുന്ന ഞങ്ങളോടും നല്ല കൂറുണ്ട് എന്നർത്ഥം. അപ്പം എനിക്കൊരു വീഴ്ച വന്നു, ആ വീഴ്ച ഒരാളും ചൂണ്ടിക്കാണിക്കുന്നേ ഇല്ല. അയാൾക്ക് യഥാർത്ഥത്തിൽ എന്തില്ല, പാർട്ടി നന്നാവണമെന്നില്ല, ഇയാൾ നന്നാവണമെന്നില്ല. ഇപ്പൊ വ്യക്തിപരമായി നേതാവും നന്നാവണ്ട, അല്ലെങ്കിൽ നയിക്കുന്ന സഖാവും നന്നാവണ്ട, പാർട്ടി നന്നാവും. വിമർശിക്കുന്നവരാ ഈ പാർട്ടിയെ ഏറ്റവും നന്നായി മുന്നോട്ട് നയിക്കുന്നത്. അവിടെയാണ് അല്ല ഞാൻ പറയുന്നത്, അതൊരു സംഘടനാ രീതിയല്ല, അത് പാർട്ടി രീതിയല്ല. ആ പാർട്ടി രീതിയിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതല്ല ഞങ്ങളുടേതായിട്ടുള്ള രീതിക്ക് പരിശോധിച്ചോളാം. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം ആയിരുന്ന അബ്ദുൽ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് വിവാദമായിരുന്നു. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയതും ചിറ്റൂർ, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവിയും പാർട്ടി വിശദമായി പരിശോധിക്കുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. പാർട്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൃത്താലയുടെ വോട്ടിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിച്ചാൽ പോളിംഗിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷിച്ച വോട്ടിൽ നിന്ന് 1500 വോട്ടിന്റെ കുറവുകളാണ് ഉള്ളത്. എന്നാൽ കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു. അതിനൊക്കെ SIR-മായി ബന്ധപ്പെട്ട് അവിടെ ചേർത്തിയ വോട്ടും പിന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അത് ഞാൻ വിശദമായി ഇപ്പോൾ പറയുന്നില്ല. അതുണ്ട്, അത് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ അതെല്ലാം നന്നായി തന്നെ അടിത്തട്ടിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ DC-യും ഒക്കെയാണല്ലോ ഇപ്പോൾ ഒരു ഇതിന്റെ ഭാഗമായി ഒരു പ്രാഥമിക ചർച്ച എന്ന നിലയ്ക്ക് നടത്തിയിട്ടില്ല. പ്രാഥമിക ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്, ആഴ്ന്നു പോയിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ എല്ലാ ഘടകങ്ങൾ താഴെ തട്ട് വരെയുള്ള ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. അതിനനുസരിച്ച് ഞങ്ങൾ അത് പരിശോധിച്ച് CCN പാലക്കാട്. തിരഞ്ഞെടുപ്പ് പരാജയം ഏതെങ്കിലും വ്യക്തിയുടെ മാത്രം വീഴ്ചയെന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്ന് CPM നേതാവ് M. സ്വരാജ്. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുതെന്നും യാഥാർത്ഥ്യബോധമില്ലാത്ത വിലയിരുത്തലുകൾ കമ്മ്യൂണിസ്റ്റുകാരെ ബാധിക്കുകയില്ലെന്നും സ്വരാജ് പറഞ്ഞു. പിന്നെ സ്വാഭാവികമാണ്, വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും വരും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് കേരളത്തെ സമഗ്രമായി കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം, അത് കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ആഴത്തിലുള്ള വിലയിരുത്തലുകളും പരിശോധനകളും ഒക്കെയാണ് ആവശ്യം. അതിനപ്പുറത്തുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. വിജയവും പരാജയവും ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന പ്രതികരണങ്ങളെ നമ്മൾ അങ്ങനെ കാണേണ്ടത്. വിജയവും പരാജയവും കൂട്ടായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. പ്രതിപക്ഷ നേതാവായി ഒരാൾ മാത്രമേ പാർട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂവെന്നും സ്വരാജ് പ്രതികരിച്ചു. MV ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. വിജയിച്ചവരിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും പ്രതിപക്ഷ നേതാവായി ഒരാൾ മാത്രമേ ആലോചനയിൽ ഉണ്ടായിരുന്നുള്ളൂവെന്നും സ്വരാജ് പ്രതികരിച്ചു. പരാജയം നേരിടുമ്പോഴെല്ലാം ആരുടെയെങ്കിലും ഒരാളുടെ മേൽ പഴിചാരുന്നതാണ് UDF സ്വഭാവം. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. പരാജയത്തെ കൂട്ടായി ധീരമായി നേരിടും. പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ക്രിയാത്മക പ്രതിപക്ഷമായി തുടരുമെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് കാണുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഒരു വിശകലനമാണ്. അത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേല മാത്രമാണ്. ആ പ്രചാരവേലയൊന്നും ആരും തലയിലെടുത്ത് വെക്കുന്നില്ല, ഇടതുപക്ഷം തലയിലെടുത്ത് വെക്കുന്നേയില്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്കെതിരെ നടക്കുന്ന ശക്തമായ വിമർശനവും ഒരു പരിധി കടന്നിട്ടുള്ള ആക്രമണവും അതൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ സ്വാധീനിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശകലന രീതികളും ചർച്ചയും അതിന്റെ പരിശോധന സംവിധാനങ്ങളും എല്ലാം. അപ്പൊ പുറമേ നടക്കുന്ന ചർച്ചകൾ പുറത്തു മാത്രമുള്ളതാണ്. അത് ഞങ്ങൾ അപ്പാടെ സ്വീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുന്നത്, CPIM-നെ നയിക്കുന്നത് 2 തവണ മുഖ്യമന്ത്രിയായ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാൾ മാത്രമേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കൂട്ടത്തിൽ നിന്നു. അപ്പോ അത്രയും തലമുതിർന്ന ഒരു നേതാവ് ജയിച്ചു വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മറ്റൊരു ചിന്ത തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയോ പാർട്ടി നേതൃത്വത്തിന്റെയോ മനസ്സിലുണ്ടായിട്ടേയില്ല. അത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ സമൂഹം കണ്ട് ശീലിച്ചിട്ടുള്ളത് പലപ്പോഴും വലതുപക്ഷ രീതികളാണ്. ഇപ്പോൾ UDF-ന് ഒരു പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആരിലേക്കെങ്കിലും ഇട്ട് അവരെ കുറ്റവിചാരണ ചെയ്ത് പിടിച്ചു പുറത്താക്കും. നമുക്കത് കണ്ടതാണ്. ഇപ്പോ 2016 UDF പരാജയപ്പെട്ടപ്പോൾ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഉമ്മൻചാണ്ടി മാറ്റുന്നത് പുതിയൊരു പ്രതിപക്ഷ നേതാവ്. 2021 പരാജയം ആവർത്തിച്ചപ്പോൾ ഇത് വീണ്ടും നമ്മൾ കണ്ടു. KPCC പ്രസിഡന്റിനെ പെട്ടെന്ന് മാറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ഒരു വലതുപക്ഷ രീതിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടി വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ നേതൃത്വം എന്ന് പറയുന്നത് കൂട്ടായ നേതൃത്വമാണ്. കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനമാണ്. ഇവർ ഈ ഏകാധിപത്യം എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ അത് അവർക്കാണ് ബാധകമാവുന്നത്. അതുകൊണ്ടാണ് അവർ പരാജയങ്ങൾ നേരിടുമ്പോൾ പരിഭ്രാന്തരാകുന്നു, ഒരു നേതാവിനെ പിടിച്ചങ്ങ് മാറ്റുന്നു, ആ നേതാവാണ് ഇതിനെല്ലാം കാരണക്കാരനെന്ന് പറയുന്നു. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്, വലതുപക്ഷ സമീപനമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൂട്ടായിട്ടാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല. ഇപ്പോ സെക്രട്ടറി മാത്രമല്ല CPM-നെ നയിക്കുന്നത്, കൂട്ടായ നേതൃത്വമാണ്. അതിന് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പരാജയം വരുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ അത് ആരുടെയെങ്കിലും ഒരാളുടെ തലയിലിട്ടിട്ട് ഈ പരാജയത്തിന് ഞങ്ങൾക്കാർക്കും പങ്കില്ല എന്ന് പറയുന്ന രീതിയല്ല. അപ്പൊ ഞങ്ങൾ കൂട്ടായി പരാജയത്തെ ധീരമായി നേരിടും. പരാജയ കാരണങ്ങൾ ആഴത്തിൽ പരിശോധിക്കും, തുറന്ന മനസ്സോടെ പരിശോധിക്കും. അത് സംബന്ധിച്ചുള്ള എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇടതുപക്ഷക്കാരല്ലാത്തവരുടെ അഭിപ്രായങ്ങളെയും ഞങ്ങൾ വിലമതിക്കും. അതിന്റെ എല്ലാം ഭാഗമായി
കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഞങ്ങൾ ഇതിനെല്ലാം ഒരു സ്വാഭാവികമായ കാര്യമായിട്ടേ കാണുന്നുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപും ഇടതുപക്ഷം കേരളത്തിൽ ശക്തമായ പരാജയങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കനത്ത തിരിച്ചടികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ളത്ര തന്നെ MLA ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ 0 MP മാത്രം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അഭിമുഖീകരിച്ചാണ് കടന്നു വന്നത്. പരാജയങ്ങളിൽ തളർന്ന് നിരാശാഭരിതരായി നാടുവിട്ടു പോകുന്ന സാഹചര്യം അല്ല ഇടതുപക്ഷത്തുള്ളത്. പരാജയവും വിജയവും മനസാന്നിധ്യത്തോടെ പരിശോധിക്കുകയും വിജയിക്കുമ്പോൾ വിജയത്തിലൂടെ കൈവരുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുമ്പോൾ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കി തിരുത്തേണ്ടതൊക്കെ തിരുത്തി കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയും ചെയ്യുന്ന അനുഭവമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ അതിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. ഇതൊന്നും ഞങ്ങളെ ഒരു പരിധിക്കപ്പുറം ബാധിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്ന കാര്യമേ അല്ല. CCN മലപ്പുറം. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആണ്ടിപ്പാടം നിസ്കാരപ്പള്ളിക്ക് സമീപമുള്ള ഷാഹുൽ ഹമീദിന്റെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യം കവർന്നു. മകളുടെ പരീക്ഷയ്ക്കായി വീട്ടുകാർ എറണാകുളത്ത് പോയ സമയം നോക്കിയായിരുന്നു മോഷണം. മകളുടെ വിവാഹാവശ്യങ്ങൾക്കായി വീട്ടിൽ കാത്തുസൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപയും 1.5 പവൻ സ്വർണവുമാണ് മോഷ്ടാവ് അപഹരിച്ചത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തു കടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടുകാർ എറണാകുളത്ത് നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് അലമാരയിലെ വസ്ത്രങ്ങൾ വലിച്ചിട്ടതായി കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി ബോധ്യപ്പെട്ടത്. വീടിനുള്ളിലെ സാധന സാമഗ്രികളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. പുലർച്ചെ എൻ്റെ പെങ്ങളും അതേപോലെ അളിയനും പെങ്ങളെ കുട്ടിയുടെ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് എറണാകുളം പോവുകയുണ്ടായത്. പുലർച്ചെ പോവുകയും ചെയ്തു. ഇന്നിപ്പോ രാത്രി ഒരു 7 മണിയോടെ വന്നിട്ട് വീട് തുറക്കുമ്പോഴാണ് വീട്ടിലൊരു മോഷണ ലക്ഷണം കണ്ടതും മണ്ണാർക്കാട് പോലീസിനെ വിവരം അറിയിച്ചു. അവർ പ്രാഥമികമായിട്ട് ഒരു അന്വേഷണം നടത്തി നാളെ രാവിലെ വന്നിട്ട് ഒരു വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്താൻ. അതായത് ഏകദേശം 2 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മോതിരവും മറ്റതൊക്കെ ആയിട്ട് ഏകദേശം 1.5 പവന്റെ ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗോൾഡുകളൊക്കെ ഏകദേശം ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പെങ്ങളെ കുട്ടിയുടെ കല്യാണമാണെന്ന് ഒക്ടോബറിൽ കല്യാണമാണ് ഉള്ളത്. അപ്പൊ അതിന് കുറച്ച് ഗോൾഡുകൾ വാങ്ങി വെച്ചതൊക്കെ ഇവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും എൻഗേജ്മെന്റിന്റെ റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അല്ല, ഇതിനു മുമ്പ് നിങ്ങളുടെ സ്ഥാപനത്തിലൊരു മോഷണം മുൻപ് നടന്നു? അത് മണ്ണാർക്കാട്, അതേപോലെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നമ്മുടെ സ്ഥാപനത്തിലും ഇതേപോലെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഇതിപ്പോ എന്തായാലും ഭയങ്കര ഒരു സങ്കടകരമായതാണ്. ഇപ്പൊ നമ്മുടെ പെങ്ങളെ കുട്ടിയുടെ കല്യാണം ഒക്കെ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തില് ഇതൊരു അറിയണ ഒരാള് ചെയ്ത പോലെയാണ് ഇവിടുത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ. സംഭവം അറിഞ്ഞ് മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCN മണ്ണാർക്കാട്. വീട്ടുജോലിക്ക് പോയ ഭാര്യയെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലനല്ലൂർ പാലക്കഴിയിൽ 2025 നവംബർ 24-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അലനല്ലൂർ കാപ്പുപറമ്പ് കിളിയത്തിൽ വീട്ടിൽ കുഞ്ഞാലനാണ് കർണാടകയിലെ മടിക്കേരിയിലുള്ള ഒരു എസ്റ്റേറ്റിൽ നിന്ന് പോലീസ് സംഘത്തിന്റെ പിടിയിലായത്. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലനല്ലൂർ പാലക്കാഴിയിൽ 2025 നവംബർ 24-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതിയായ കുഞ്ഞാലൻ തന്റെ ഭാര്യ കോണിക്കൽ വീട്ടിൽ കുഞ്ഞാത്തമ്മയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഭാര്യയുടെ സ്വഭാവത്തിൽ തോന്നിയ സംശയത്തെ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിനു ശേഷം ഭാര്യ മരിച്ചു എന്ന് കരുതിയാണ് പ്രതി നാടുവിട്ടത്. കൃത്യത്തിനു ശേഷം എല്ലാ തെളിവുകളും നശിപ്പിച്ചാണ് പ്രതി കേരളം വിട്ടത്. താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും കൈവശമുണ്ടായിരുന്ന വാഹനം വിൽക്കുകയും ചെയ്ത ശേഷം കർണാടകയിലേക്ക് കടന്ന കുഞ്ഞാലൻ അവിടെ ഹംസ, ഷാജഹാൻ എന്നീ വ്യാജ പേരുകളിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ ശക്തമായ അന്വേഷണത്തിനൊടുവിലാണ് മടിക്കേരിയിലെ എസ്റ്റേറ്റിൽ നിന്ന് ഇയാളെ പോലീസ് പൊക്കിയത്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തതായി നാട്ടുകൽ CI TV ധനഞ്ജയദാസ് അറിയിച്ചു. ASI സാജിദ്, സീനിയർ CPOമാരായ റംഷാദ്, നിഷാദ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. CCN ചത്തല്ലൂർ. തൂത ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നാർത്ഥമുള്ള പരിഹാര ക്രിയകളും സഹസ്രകലശത്തോടു കൂടിയ ദ്രവ്യകലശ ചടങ്ങുകളും ബുധനാഴ്ച തുടങ്ങും. മെയ് 19 മുതൽ 26 വരെയുള്ള 8 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. 25/9/2025
ഒരഷ്ടമംഗല്യ പ്രശ്നം വെച്ചു. അതിൻ്റെ പരിഹാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഒരു കലശവും ആണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ മെയ് 19 മുതൽ മെയ് 26 കൂടി സഹസ്രകലശത്തോട് കൂടിയിട്ടാണ് നടത്തുന്നത്. തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടത്തിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നവീകരണ കലശ ചടങ്ങുകൾ നടക്കുന്നത്. ആദ്യ ദിനമായ ബുധനാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, പൂമൂടൽ എന്നിവയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വൈകുന്നേരം സുദർശന ഹോമം, ഭഗവത് സേവ, ഗുരുതി, അത്താഴ പൂജ എന്നിവ നടക്കും. ഈ കലശം നടത്തേണ്ടത് ഈ തട്ടക നിവാസികളുടെയും ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നടത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ തട്ടകത്തിലുള്ള മുഴുവൻ തട്ടക നിവാസികളും ക്ഷേത്രത്തിൽ ഈ കലശ സമയത്ത് പങ്കെടുക്കേണ്ടതും ദ്രവ്യകലശത്തിൻ്റെ പ്രധാന വഴിപാടായ പരികലശം, ഒറ്റക്കലശം 1001 രൂപയാണ് അതിന് ചാർജ്. 1001 രൂപ അടച്ച് ഓരോ കുടുംബത്തിൻ്റെയും വക ദ്രവ്യകലശം റെസീറ്റാക്കി ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാണ്. അത് ക്ഷേത്രം മന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ കുടുംബങ്ങളും ക്ഷേത്രത്തിലേക്ക് ദ്രവ്യകലശം, പരികലശം എന്ന പേരിൽ ഒറ്റക്കലശം റെസീറ്റാക്കുന്നത്. അതാണ് ഈ കലശത്തോടനുബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും കലശത്തോടനുബന്ധിച്ച് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. തട്ടകത്തിൽ പുഴയിൽ നടന്ന ചില ദുർമരണങ്ങളെ തുടർന്ന് നടത്തിയ അഷ്ടമംഗല പ്രശ്നാർത്ഥമുള്ള പരിഹാരക്രിയകളുടെ ഭാഗമായാണ് സഹസ്രകലശത്തോടു കൂടിയ ദ്രവ്യകലശ ചടങ്ങുകൾ നടത്തുന്നത്. ക്ഷേത്രത്തിലെ പരിഹാരക്രിയകളിലും നവീകരണ കലശത്തിലും തട്ടകത്തിലെ മുഴുവൻ ഭക്തരും പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ഇനി ഏകദേശം 26-ാം തീയതി വരെ ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളായിട്ട് പരിഹാരക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഈ തട്ടകത്തിലുള്ള എല്ലാവരുടെയും സാന്നിധ്യം ക്ഷേത്രത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. കാരണം ഇതിൽ പങ്കാളികളാവുക എന്നുള്ളത് ഈ തട്ടകത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. കാരണം ഭഗവതിയുടെ കടാക്ഷങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹവും ഈ തട്ടകത്തിൽ എല്ലാ ഭാഗത്തും വ്യാപിക്കാൻ ഭഗവതിക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പ്രസാദൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വിവിധ ചടങ്ങുകളായി അവസാനം 26-ാം തീയതിയോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് 7ാമത്തെ ദിവസമാണ്. നമ്മുടെ 7ാം പൂജ എന്നുള്ള രീതിയിൽ ഗുരുതി എന്ന ക്ഷേത്രത്തിൽ നടക്കും. അതോടൊപ്പം തന്നെ താന്ത്രിക കർമ്മങ്ങളും, നമ്മുടെ പ്രശ്നപരിഹാരാർത്ഥമുള്ള താന്ത്രിക കർമ്മങ്ങളും ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് നാട്ടുകാരോട് എല്ലാവരും പറയാനുള്ളത്, എല്ലാവരുടെയും സാന്നിധ്യം എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ സമയങ്ങളിൽ ഈ തട്ടകത്തിലുള്ള എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അവനാൽ കഴിയാവുന്ന ഒരു സഹായങ്ങൾ ഇതിനുണ്ടാവണം. അതുപോലെ തന്നെ ഒരു വീട്ടിൽ, നമ്മുടെ തട്ടകത്ത് ഒരുപാട് വീടുകളുണ്ട്, എല്ലാ വീട്ടിൽ നിന്ന് ഒരു പരികലശമെങ്കിലും ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും പ്രത്യേകം നമ്മുടെ പ്രശ്നപരിഹാര സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നാട്ടുകാരിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടത്തിരിപ്പാട്, എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ, നവീകരണ കലശ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി കൃഷ്ണദാസ്, ടി ഹരിശങ്കർ, രാമകൃഷ്ണൻ, സാജൻ, പ്രതീഷ് എന്നിവർ ക്ഷേത്രാങ്കണത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ഭീമനാട് 55-ാം മെയിൽ റോഡിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ ഉണ്ടായിട്ടുള്ളത്. നവീകരിച്ച റോഡിലൂടെ വലിയ വേഗതയിലാണ് വാഹനങ്ങൾ കുതിച്ചു പായുന്നത്. വലിയ വാഹനങ്ങളാകട്ടെ എതിരെ വന്ന ചെറിയ വാഹനങ്ങളെ പോലും ഗൗനിക്കാറില്ല. ദേശീയപാത ഭീമനാട് മുതൽ വടശ്ശേരിപ്പുറം വരെയുള്ള ഭാഗത്താണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നാട്ടുകൽ സ്റ്റേഷൻ പരിധിയിൽ ഭീമനാട് 55-ാം മെയിൽ റോഡിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായി. അപകടത്തിൽ കോട്ടോപ്പാടം മാളിക്കുന്ന് സ്വദേശിക്ക് പരിക്കുപറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. CCN ചത്തല്ലൂർ. N. ഷംസുദ്ദീൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ മണ്ണാർക്കാട് UDF പ്രവർത്തകരുടെ ആവേശകരമായ ആഘോഷങ്ങൾ. ടൗണിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. പ്രിയ നേതാവിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ മണ്ണാർക്കാടിന്റെ തെരുവുകളെ ഉത്സവപ്പറമ്പാക്കിയത്. അഭിവാദ്യങ്ങൾ
എൻ ഷംസുദ്ദീൻ MLA ആയിട്ട് വേണ്ടേ മന്ത്രിയാവാൻ എന്ന് പറഞ്ഞു പരിഹസിച്ച ഇടതുപക്ഷത്തിനും CPIക്കുമുള്ള രാഷ്ട്രീയ മറുപടിയാണിതെന്ന് നേതാക്കൾ പറഞ്ഞു. മണ്ണാർക്കാടുകാരുടെ ഹൃദയത്തിൽ കുടിയേറിയ മണ്ണാർക്കാടിന്റെ വികസന നായകൻ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ ഇനി മുതൽ കേരളത്തിന്റെ വികസന നായകനായി മാറിയിരിക്കുകയാണ്. മണ്ണാർക്കാട്ടിൽ നിന്ന് കേരളത്തിന്റെ കേരള ക്യാബിനറ്റിൽ, നിയമസഭയുടെ ക്യാബിനറ്റിൽ മണ്ണാർക്കാട് എന്ന് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ കേരളത്തിലെ ഒരു മന്ത്രിയായിക്കൊണ്ട് ഇന്ന് അധികാരമേറ്റതിന്റെ സന്തോഷത്തിലാണ് മണ്ണാർക്കാട്ട് ജനത മുഴുവൻ. ഇത് മണ്ണാർക്കാട്ട് ജനത ഏറെ കാലമായി ആഗ്രഹിച്ച ഒരു സ്വപ്നമാണ്. ആ ആഗ്രഹിച്ച സ്വപ്നത്തിന്റെ സാഫല്യമാണ്, പൂർത്തീകരണമാണെന്നുണ്ടായിരിക്കുന്നത്. മണ്ണാർക്കാട്ട് ജനത കൃത്യമായിട്ടാണ്, അല്ലെങ്കിൽ ആവേശത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട ഷംസുദ്ദീനെ ഏറ്റെടുത്തത്. പ്രിയപ്പെട്ട ഷംസുദ്ദീൻ ഒരു കാര്യം ഉറപ്പാണ്, മണ്ണാർക്കാട്ട് ജനതയ്ക്ക്, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മണ്ണാർക്കാട് ജനതയ്ക്ക് കൊടുക്കാനുള്ള ഉറപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ മണ്ണാർക്കാട്ടുകാരുടെ ഹൃദയത്തിൽ കുടിയേറിയ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ കേരളമാകെ വികസനത്തിന്റെ കൊന്തൂവലുമായി മുന്നോട്ട് പോകുമ്പോൾ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ജനതയെ തന്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട്, മന്ത്രി സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട്, കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ട് നല്ല വികസന പ്രവർത്തനങ്ങൾക്ക്, കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മണ്ണാർക്കാടിന്റെ ഈ കേരളമാകെ വരാൻ പോകുന്ന മുന്നേറ്റത്തിൽ, വരാൻ പോകുന്ന മാറ്റത്തിൽ, ആ മാറ്റത്തിലേക്ക് മണ്ണാർക്കാടിനെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ടുപോകാൻ, മണ്ണാർക്കാടിന്റെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഇനി മണ്ണാർക്കാടിന്റെ പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ട ഷംസുദ്ദീൻ അധികാര സ്ഥാനത്തുണ്ടാകും. ഈ ആഘോഷത്തിൽ പങ്കെടുത്ത CCN മണ്ണാർക്കാട്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ നയിക്കുന്ന സമരജാഥയ്ക്ക് മലപ്പുറം ടൗണിൽ സ്വീകരണം നൽകി. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം EC ആയിഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ കാമ്പസുകളിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിനെതിരിൽ വംശവെറി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, രോഹിത് ആക്ട് നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രട്ടേണിറ്റിയുടെ അമരക്കാരൻ നയീം ഗഫൂർ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നയിക്കുന്ന സമരജാഥ ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയുടെ മണ്ണിൽ അനവധി സമര പോരാട്ടങ്ങളുടെ ഗർജിക്കുന്നവരുടെ മാതൃക നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെ മുഖ്യ കേന്ദ്രമാക്കി ക്യാമ്പസുകളിലെ ജാതീയ വംശീയ വിവേചനങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ശക്തമായ നിയമനിർമ്മാണം നടത്തേണ്ടത് അനിവാര്യമാണെന്നും അവർ ആവശ്യപ്പെട്ടു. ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം കളക്ടറുടെ വസതിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച ആവേശോജ്വലമായ വിദ്യാർത്ഥി യുവജന റാലിയോടെയാണ് സമരജാഥയെ മലപ്പുറം ജില്ലയിലേക്ക് പ്രവർത്തകർ വരവേറ്റത്. സ്വീകരണ സമ്മേളനത്തിൽ ഫ്രറ്റേണിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമീമ സക്കീർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കൂടാതെ പരപ്പനങ്ങാടി ഒട്ടുമ്മൽ ബീച്ച് യൂണിറ്റിലും സമരജാഥയ്ക്ക് പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. CCN മലപ്പുറം. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായ സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ്, ക്ലാസ് ടീച്ചർ എന്നിവരെ സ്കൂളിന്റെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും മാറ്റി നിർത്തി. സംഭവത്തിൽ ശക്തമായ സമരം ഉയർന്നു വന്നതിനെ തുടർന്ന് രൂപീകരിച്ച അന്വേഷണ കമ്മിറ്റിയുടെ പ്രാഥമിക കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ അധികൃതരുടെ ഈ അടിയന്തര നടപടി. വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ടെ CPMലെ പൊട്ടിത്തെറിയിൽ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിലിരുന്ന് നേതാക്കളെ വിമർശിക്കാമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതി അല്ലെന്നും EN സുരേഷ് ബാബു വിമർശിച്ചു.
തിരഞ്ഞെടുപ്പ് പരാജയം ഏതെങ്കിലും വ്യക്തിയുടെ മാത്രം വീഴ്ചയെന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്ന് CPM നേതാവ് M. സ്വരാജ്. വിമർശനങ്ങൾ മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുതെന്നും യാഥാർത്ഥ്യബോധമില്ലാത്ത വിലയിരുത്തലുകൾ കമ്മ്യൂണിസ്റ്റുകാരെ ബാധിക്കുകയില്ലെന്നും M. സ്വരാജ് പറഞ്ഞു. വീട്ടുജോലിക്ക് പോയ ഭാര്യയെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അലനല്ലൂർ പാലക്കാടിയിൽ 2025 നവംബർ 24-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മണ്ണാർക്കാട് നെല്ലിപ്പുഴ ആണ്ടിപ്പാടം നിസ്കാരപ്പള്ളിക്ക് സമീപമുള്ള ഷാഹുൽ ഹമീദിന്റെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യം കവർന്നു. മകളുടെ പരീക്ഷയ്ക്കായി വീട്ടുകാർ എറണാകുളത്ത് പോയ സമയം നോക്കിയായിരുന്നു മോഷണം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.